You should not disturb a busy man. Oh, completely okay ആണ്. Completely okay ആണ്. So your answer was you should Sir, not. Yeah, പറഞ്ഞോ. ഇത് recorded class ആണോ? Yes, അതെ അതെ. ഈ ക്ലാസ് റെക്കോർഡഡ് ആണ്. കാരണം എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഓക്കെ, ഈ ക്ലാസ് റെക്കോർഡഡ് ആണ്. നമ്മൾ ഇനി ഞാൻ എല്ലാവരും ചോദിക്കാൻ തുടങ്ങി റെക്കോർഡഡ് ക്ലാസ് തരാവോ. സോ ഞാൻ ഇതുകൊണ്ട് മെല്ലെ നമ്മൾ ക്ലാസ് റെക്കോർഡ് ചെയ്യും. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് പോയി കാണാം കേട്ടോ. യൂട്യൂബ് ചാനലിൽ ഞാൻ ലിങ്ക് തരാം, നിങ്ങൾ പോയി കണ്ടാൽ മതി. പക്ഷേ റെക്കോർഡ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് കൂടാതിരിക്കരുത് കേട്ടോ. ഫുൾ ടൈം അലേർട്ട് ആയിരിക്കണം. ഓക്കെ, സോ വൺസ് അഗെയിൻ ഒന്നുകൂടെ പറഞ്ഞേ പാർവതി, ആ സെന്റൻസ് ഒന്നുകൂടെ പറഞ്ഞേ. വാട്ട് വാസ് യുവർ സെന്റൻസ് വൺസ് അഗെയിൻ? You should not disturb a busy man. കംപ്ലീറ്റ്ലി ശരിയല്ലേ? എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. യു ഷുഡ് നോട്ട് ഡിസ്റ്റർബ് ബിസി മാൻ. പാർവതി എന്താ ചെയ്യുന്ന അറിയാവോ? യു ഷുഡ് നോട്ട് ഒരു മാറ്റവും വരുത്തിയില്ല. സിംഗ് മാറ്റിയിട്ട് ഡിസ്റ്റർബ് ആക്കി, മാറ്റിയില്ല. ബിസി മാറ്റിയിട്ട് ബാഡ് മാറ്റിയിട്ട് ബിസി ആക്കി, സോങ് മാറ്റി മാൻ ആക്കി. ഇങ്ങനെയാണ് നമ്മൾ സെന്റൻസ് ഫ്രെയിം ചെയ്യേണ്ടത് കേട്ടോ. സോ ലെറ്റ് മീ ഗോ ടു പൗർണമി. പൗർണമി പറഞ്ഞു. You should not speak a cheap words. You should not speak a cheap word അല്ലേ? നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് വേർഡ്സ് പറ്റില്ല. യു ഷുഡ് നോട്ട് സ്പീക്ക് എ ചീപ്പ് വേർഡ്. കറക്റ്റ് ആണ്. സോ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ട്രീസ എന്താണ് പറയാൻ പോകുന്നത്? പറഞ്ഞു. You should not buy cheap clothes. യു ഷുഡ് നോട്ട് ബൈ ചീപ്പ് ക്ലോത്ത്സ്. കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താ ചെയ്യുന്നത്? മനസ്സിലായല്ലോ. ഈ കാണുന്ന സെന്റൻസുകളെ നിങ്ങൾ മാറ്റണം. അതായത് യു ഷുഡ് നോട്ട് സിംഗ് എ ബാഡ് സോങ്ങിന് പകരം ഇവിടെ സിംഗ് മാറ്റാം. സിംഗ് മാറ്റിയിട്ട് മുകളിൽ കാണുന്ന റെഡ് കളറിലുള്ള വാക്കുകൾ ഉപയോഗിക്കാം. പിന്നെ ബാഡിന് പകരം താഴെ കാണുന്ന യെല്ലോ കളേഴ്സിലുള്ള വാക്കുകൾ ഏതെങ്കിലും മാച്ചിങ് ആയിട്ടുള്ളത് ഉപയോഗിക്കാം. സോങ് ഇവിടുന്ന് മാറ്റിയിട്ട് റൈറ്റ് സൈഡിലുള്ള ആ പേർപ്പിൾ കളറിൽ കാണുന്ന ടിയോ, ടേസ്റ്റോ, മിനിസ്റ്ററോ, നെയ്ബറോ ഏത് വേണം നിങ്ങൾക്ക് ഉപയോഗിക്കാം. സോ ഇതാണ് നമ്മുടെ ടാസ്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്പീക്കിങ്ങിനും റൈറ്റിങ്ങിനും ഒക്കെ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് തനിയേ വന്നോളൂ. അല്ലെങ്കിൽ നമ്മൾ ജീവിതകാലം മുഴുവനും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കോപ്പി അടിച്ച് സെന്റൻസുകൾ പറയേണ്ടി വരും. അതുകൊണ്ട് ആണ് നമ്മൾ ഈ ഒരു ചെയ്യുന്നത് കേട്ടോ. സോ നമുക്ക് അടുത്ത ആളിലേക്ക് പോകാം. ലെറ്റ് മീ സീ ഹൂ ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് പേഴ്സൺ. ഓൾ റൈറ്റ്, ഹന്ന മരിയ പറഞ്ഞു. ഹന്ന പറഞ്ഞു. You should not play bad games. You should not play bad things എന്നാണോ പറഞ്ഞേ? ഓക്കെ, വെരി ഗുഡ്. കൊള്ളാം, അത് മീനിങ് ഫുൾ ആണ്. ഓക്കെ, ഫൈൻ, ഓക്കെ ആണ്. നമുക്ക് ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് പേഴ്സൺ, ദാറ്റ് ഈസ് ബിയോൺ ബേസിൽ. ബിയോൺ പറഞ്ഞു. Sir, I should not love a fast busy man. ഓ, ഒന്നുകൂടെ പറഞ്ഞേ. ഐ ഷുഡ് നോട്ട്. അയ്യോ, ബിയോൺ പോയോ? ബിയോൺ ഒന്നുകൂടെ പറഞ്ഞേ. ഫുൾ കേട്ടില്ല. ഐ ഷുഡ് നോട്ട്. I should not love a fast busy man. ഫാസ്റ്റ് ബിസി മാൻ വേണ്ട, നമുക്കൊന്നും മതി. ബട്ട് അവിടെ ഉണ്ടല്ലോ ഐ ഷുഡ് നോട്ട് ലവ് എന്ന വാക്കിന് അവിടെ ഒരു മാച്ചിങ് വരുന്നില്ല. ഞാനൊരു വളരെ ബിസി ആയിട്ടുള്ള ഒരാളെ ഞാൻ സ്നേഹിക്കാൻ പാടില്ല. അത് ഓക്കെ, കുഴപ്പമില്ല. ഒരുപക്ഷെ അതൊരു സ്ത്രീകൾക്ക് പറയാൻ പറ്റും. അങ്ങനത്തെ ഒരാളെ ഞാൻ കല്യാണം കഴിക്കാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ബിസി ആയിട്ടുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടി സ്നേഹിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് പറയുന്നതെങ്കിൽ ദാറ്റ് ഇസ് ഓക്കെ, കംപ്ലീറ്റ്ലി ഫൈൻ, നോ പ്രോബ്ലം. എന്നാലും സെന്റൻസ് ഓക്കെയാണ്, ഗ്രാമാറ്റിക്കലി യു ആർ ഓക്കെ. ബട്ട് ഒരു പ്രോബ്ലം വന്നു. യു യൂസ്ഡ് ഡബിൾ എന്താണ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചല്ലേ? ഓൾറെഡി നമുക്കിവിടെ എയും ഉണ്ട് ബാഡും ഉണ്ട്, രണ്ട് യെല്ലോ വേർഡ്സ് ഉണ്ടല്ലേ? സാധാരണ നമ്മൾ രണ്ട് യെല്ലോ വേർഡ്സ് മാക്സിമം ആണ്. അപ്പോൾ അതുകൊണ്ട് അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. നമുക്ക് മൾട്ടിപ്പിൾ വേർഡ്സ് ഉപയോഗിക്കാം. ഈ യെല്ലോ വേർഡ്സിനെയാണ് നമ്മൾ അഡ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് കേട്ടോ. അഡ്ജക്റ്റീവ്സ് ആണ് യെല്ലോ വേർഡ്സ്. അപ്പോൾ അതൊന്ന് ബിയോണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ. നമ്മൾ അടുത്ത ആളിലേക്ക് പോകുന്നു. ആൽബിനോ പറഞ്ഞു. You should not talk to a bad boy. യു ഷുഡ് നോട്ട് ടോക്ക് ടു എ ബാഡ് ബോയ് എന്നാണോ പറഞ്ഞേ? Yes. ഇന്നത്തെ നമ്മുടെ ഇതിനകത്തൊരു പ്രത്യേകത ശ്രദ്ധിച്ചായിരുന്നോ? ഇതിനകത്ത് നമുക്ക് ഈ കാണുന്ന ഗ്രീൻ വേർഡ്സ് ഒന്നും ഇല്ല. നമുക്ക് ഇന്ന് പ്രിപ്പോസിഷൻസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് മാറ്റേണ്ടി വരും. കാരണം നമുക്ക് ഇതിന്റെ ഈ സ്ട്രക്ചറിലൂടെ തന്നെ വേണം നമ്മൾ ഓരോ സെന്റൻസും പറയാൻ. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആകുന്നില്ല. ആൽബിനോ, നോ പ്രോബ്ലം, യു വിൽ ഗെറ്റ് എ ചാൻസ് നെക്സ്റ്റ്, നോ പ്രോബ്ലം. അത് നമുക്ക് ഇഷ്ടംപോലെ ദിവസങ്ങൾ ഇനിയും ബാക്കിയുണ്ടല്ലോ.
സോ ഒരു മിസ്റ്റേക്ക് വന്നാൽ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ ആണ്. അപ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഇതിനകത്ത് ഈ ഗ്രീൻ അല്ലാതെ ഈ ലൈറ്റ് ഗ്രീൻ അഥവാ പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന അഥവാ ഇൻ, ഓൺ, അറ്റ്, ബൈ, എബൌട്ട് എന്നൊക്കെ പറയുന്ന വാക്കില്ലേ, അത് ഇതിനകത്ത് ഇല്ല. അതുകൊണ്ട് ശ്രദ്ധിച്ചാൽ മതി. സോ ആൽബിനോ, ഐ എം ഗോയിങ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മിത്ര വിപിൻ. മിത്ര പറഞ്ഞു. വെർ ഈസ് മിത്ര? യെസ്, മിത്ര പറഞ്ഞു. മിത്ര, ആർ യു റെഡി? You should ആ, not. യു ഷുഡ് നോട്ട് പറഞ്ഞു. You should not a young ant. Andy. മിത്ര, അത് ഇത്രയും ശരിയായില്ലല്ലോ. മിത്ര മിത്ര അത് ശരിയായിട്ടില്ല. മിത്ര ഒന്നുകൂടെ പറഞ്ഞു. You should not help my mother. യു ഷുഡ് നോട്ട് ഹെൽപ്പ് മൈ മദർ. കൊള്ളാലോ. മിത്രയാണെങ്കിൽ ഒട്ടും സഹായിക്കാറില്ല. ഇനി വേറെ ആരെങ്കിലും സഹായിക്കുവാണെങ്കിൽ അയാളോടും സഹായിക്കരുതെന്നല്ലേ പറഞ്ഞു വരുന്നത്. എനിക്ക് എല്ലാം മനസ്സിലായി. ഓക്കെ, കൊള്ളാവേ മിത്ര, വെരി ഗുഡ്. യു ഷുഡ് നോട്ട് ഹെൽപ്പ് മൈ മദർ, അങ്ങനെയല്ലേ പറഞ്ഞേ? യു ഉണ്ടോ നോക്കട്ടെ. യു ഉണ്ട്. ഷുഡ് നോട്ട് ഹെൽപ്പ് ഇത് ഓപ്ഷനിലാന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ. ബാഡിന് പകരം മൈ എടുത്തു, സോങ്ങിന് പകരം മദർ എടുത്തു. സെന്റൻസ് കംപ്ലീറ്റ്ലി ഗ്രാമാറ്റിക്കലി ഓക്കെ ആണ്. വെരി ഗുഡ്. നമുക്ക് ഇനി സമയം തീരെ കുറവാണ്. സോ ഐ എം ഗോയിങ് ടു നെക്സ്റ്റ് പേഴ്സൺ. ഹൂ ഈസ് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് പേഴ്സൺ? ആരാ ഇനി? ഹന്ന മരിയ പറഞ്ഞതാണോ? ഹന്ന മരിയ അനീഷ് പറഞ്ഞല്ലോ. ഹന്ന പറഞ്ഞായിരുന്നോ? മൈ പൂർ മെമ്മറി. ഹന്ന പറഞ്ഞിരുന്നോ? ആ, യു ഷുഡ് നോട്ട്. ആ Not ആ listen and bad music. യു ഷുഡ് നോട്ട് ലിസൺ ടു എ ബാഡ് മ്യൂസിക് എന്നുള്ളത് സെന്റൻസ് ഓക്കെയാണ്. ചെറിയ കുഴപ്പമേ ഉള്ളൂ. കംപ്ലീറ്റ്ലി ഓക്കെയാണ്. ഹന്ന ചെറിയ ക്ലാസ്സിലെ കുട്ടിയായതുകൊണ്ട് ഇത്രയും ധാരാളം മതി. യു റിയലി വർക്ക്ഡ് ഹാർഡ്, യു റിയലി ട്രൈഡ് ഹാർഡ്. ഓക്കെ, സോ ഐ എം ഗോയിങ് ടു ധനുർ ദേവ്. ധനുർ പറഞ്ഞു. വാട്ട് ഇസ് യുവർ സെന്റൻസ്? എന്താ കിട്ടിയേ? Sir, പറഞ്ഞു. you should not tell a new story. യു ഷുഡ് നോട്ട് ടെൽ എ ന്യൂ സ്റ്റോറി. കംപ്ലീറ്റ്ലി ശരിയാണ്. നീ ഒരു പുതിയ കഥ പറയാൻ പാടില്ല. ഒന്നുകൂടെ ഉണ്ടോ? And പറഞ്ഞോ, കുഴപ്പമില്ല. I should not do bad things. ഐ ഷുഡ് നോട്ട് ഡു ബാഡ് തിങ്സ്. രണ്ട് സെന്റൻസും ഓക്കെയാണ്. വെരി ഗുഡ്. ഓക്കെ, ഇങ്ങനെ നല്ല കാര്യം. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് സമയം തീർന്നു. സോ നമുക്കിനി പാർവതിയും ആവണിയൊക്കെ ഉണ്ട്. സോ ദേ വിൽ ബി ഗെറ്റിംഗ് ചാൻസ് ഇൻ ദ നെക്സ്റ്റ് വൺ. ഓക്കെ, സോ നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ക്രഷ് കാർഡ് എന്ന് പറയുന്നത്. ജൂൺ മാസം ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു ക്രഷ് കലണ്ടർ കിട്ടും നിങ്ങളുടെ സ്കൂളുകളിലേക്ക് കേട്ടോ. ക്രഷ് കലണ്ടർ അതായത് വലിയ ഒരു പേപ്പറിൽ കുറേ വാക്കുകൾ വരുന്ന ഒരു കലണ്ടറാണ്. അത് ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ട്. അത് നിങ്ങൾ കിട്ടുമ്പം വീട്ടിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ ടേബിളിലോ ഭിത്തിയിലോ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് വേണം നമുക്ക്. അപ്പോൾ ക്ലാസ്സിൻ്റെ സമയത്ത് നിങ്ങൾക്ക് സ്ക്രീനെ നോക്കിയില്ലെങ്കിലും വലിയ കുഴപ്പമില്ല. ക്ലാസ്സിൻ്റെ സമയത്ത് മാക്സിമം നമുക്ക് ആ പേപ്പറെ നോക്കി നമ്മുടെ കണ്ണിനും വലിയ കുഴപ്പമുണ്ടാകത്തില്ല കേട്ടോ. സോ ദാറ്റ് വിൽ ബി എ ഗുഡ് ഐഡിയ. ജൂൺ 1 മുതലുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ വി ആർ മൂവിങ് ടു അവർ നെക്സ്റ്റ് ടാസ്ക്. യെസ്, ഇതെന്താണ്? ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം എല്ലാവരും നോക്കിക്കോണേ. നൗ കണ്ടോ? ഏറ്റവും നടുക്ക് നൗ കണ്ടോ? നൗവിന് പുറകോട്ട് പോക്കിയേ. യെസ്റ്റർഡേ വരുന്നുണ്ട്, ലാസ്റ്റ് വീക്ക് വരുന്നുണ്ട്, മുമ്പോട്ട് പോവുകയാണെങ്കിൽ ടുമോറോ വരുന്നുണ്ട്, നെക്സ്റ്റ് വീക്ക് വരുന്നുണ്ട് അല്ലേ? അതായത് ഇപ്പോഴത്തെ കാര്യം, കഴിഞ്ഞു പോയ കാര്യം, അതിനു മുമ്പത്തെ കാര്യം, വരാൻ പോകുന്ന കാര്യം. ഓക്കെ, നമ്മളിപ്പം എവിടെയെന്നറിയാവോ? നമ്മൾ എക്സാക്ട്ലി ഇപ്പം ഇവിടെ ഉള്ളത് കേട്ടോ. ഇപ്പം ഓക്കെ, ഐ ഓൾവേസ് ഡാഷ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സീ ഹൗ യു ആർ ഗോയിങ് ടു ഡു ദിസ് വൺ. പറയാൻ റെഡി ആയിട്ടുള്ളവർ എല്ലാ ആൻസേഴ്സും അറ്റ്ലീസ്റ്റ് ഒരു ആൻസറെങ്കിലും കിട്ടിയ ആൾക്കാർക്ക് കൈപൊക്കാം. ഇവിടുന്ന് ഇവിടെ വേണം തീരുമാനിക്കാം. ഇവിടുന്ന് നൗ കണ്ടുകൊണ്ട് ഇവിടുത്തെ വാക്കുകൾ ഉപയോഗിക്കാം. ചിന്തിച്ചിട്ട് പറയണം. അല്പം വിഷമമുള്ള ടാസ്ക്കാണ്. പറയാൻ പറ്റുന്നവർ മാത്രം പറഞ്ഞാൽ മതി. തെറ്റിക്കുന്നവരും ശരിയാക്കുന്നവരും ഒരു കുഴപ്പമില്ല, ഈക്വലാണ് എനിക്ക്. തെറ്റിച്ചാലും കുഴപ്പമില്ല, ശരിയായാലും കുഴപ്പമില്ല. പറഞ്ഞു.
സോ കൈ പൊക്കിക്കോ. ഹു ആർ റെഡി ടു ഗിവ് ദീസ് ആൻസേഴ്സ്? കുറച്ച് പേര് കൈ പൊക്കിയിട്ടുണ്ട്. പാർവതി, വൈഗ, മിത്ര, ഹന, ഹന്ന മരിയ. രണ്ടുപേരും ഹന്ന മരിയമാരാ അല്ലേ? ശ്രീ ഗൗരി, ബിയോൺ. കൈ പൊക്കാത്ത ആൾക്കാർക്കും കൈ പൊക്കാൻ കേട്ടോ. കൈക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, എന്നപ്പോൾ ഞാൻ ഒരാളോട് ചോദിക്കട്ടെ. ഗോയിങ് ടു ആസ്ക് വൺ ഓഫ് യു. നമുക്ക് നമ്മുടെ പാർവതി ഓക്കെയോട് തന്നെ ചോദിച്ചു നോക്കാം. പാർവതി പറഞ്ഞു. I always said that. ഐ ഓൾവേസ് സെഡ് ദാറ്റ്. ആ, എന്നിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. I can't climb the tallest tree. ഓക്കെ. Yesterday, ആ. I tried to climb a big tree. ഉം. ഉം. ഇതുവരെയും കുറേ ശരിയാണ്. ഓക്കെ, മതി മതി പാർവതി. പാർവതി ഉത്തരം പറഞ്ഞു. പക്ഷെ ഒരു ചെറിയ മിസ്റ്റേക്ക് അതിനകത്ത് ഒരെണ്ണം മാത്രം തെറ്റുണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. സോ ഐ എം ഗോയിങ് ടു വൺ മോർ പേഴ്സൺ, ബിയോണിനോട് ചോദിച്ചു നോക്കാം. നോ വെയിറ്റ്, നിഷ. നിഷ ശ്രീനിഷ് പറഞ്ഞു. നിഷ പറഞ്ഞു. തുടക്കം മുതൽ ഒന്ന് പറഞ്ഞു. ഐ ഓൾവേസ് സെഡ് ദാറ്റ് പറയാം. ഐ ഓൾവേസ് ബോസ്റ്റഡ് ദാറ്റ്. ആ ബോസ്റ്റഡ് എന്നുള്ള വാക്കൊന്ന് എല്ലാവരും നോക്കിയേ. ബോസ്റ്റഡ് ആ ബുക്കിലേക്ക് എല്ലാവരും എഴുതിക്കേ. ബോസ്റ്റിംഗ് എന്നുള്ള വാക്കിന്റെ മീനിങ് പഠിച്ചിട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ഇന്ന് എല്ലാവരും പഠിക്കേണ്ട ഒരു വാക്കാണ് ബോസ്റ്റഡ് എന്നുള്ള വാക്ക് കേട്ടോ. എല്ലാവരും എഴുതിക്കേ. എല്ലാവരും ബോസ്റ്റഡിന്റെ മീനിങ് എഴുതണം. ബോസ്റ്റ് എന്ന് പറഞ്ഞാൽ ബോസ്റ്റ്ഫുൾ. ഒരു സെക്കൻഡ് നിഷ, 1 സെക്കൻഡ് നിൽക്കണേ. നിഷ 1 സെക്കൻഡ് ശ്രദ്ധിക്കണേ. പറയാൻ ശ്രദ്ധിക്കണേ. ബോസ്റ്റിങ്ങിന്റെ മീനിങ് എന്നാണെന്നറിയാവോ? നമ്മളെക്കുറിച്ച് തന്നെ പറയൂലേ, എനിക്ക് ഭയങ്കര പവറാണ്, ഞാൻ ഭയങ്കര സംഭവമാണ് അല്ലേ, എങ്ങനെയൊക്കെ പറയാറില്ലേ? അതിനാണ് ബോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു മലയാളം ഉണ്ടല്ലോ, നല്ലൊരു മലയാളം വാക്ക്. പൊങ്ങച്ചം പറയുക അറിയാവോ? കേട്ടിട്ടുണ്ടോ? പൊങ്ങച്ചം പറയുക ഒരു വാക്കില്ലേ, പൊങ്ങച്ചം. അത് തന്നെ. അപ്പോൾ ഈ വാക്ക് നിങ്ങൾ മറക്കത്തില്ല. ബോസ്റ്റ് നിങ്ങൾ ചെയ്യാനും പാടില്ല ആരും. ഓക്കെ ഓക്കെ. ബോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഒന്ന് ചിരിച്ച് കളിയാക്കി വിട്ടേക്കുവാണെങ്കിൽ അവർക്ക് നല്ല ഒരു പാഠം പഠിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. എന്നാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ വൺസ് അഗെയിൻ ഐ എം ഗോയിങ് ബാക്ക് ടു ഹു ഇസ് ദാറ്റ്? എവിടെ പോയി? ഓക്കെ, ഐ തിങ്ക് യു ആർ നോട്ട് ഹിയർ. ട്രീസ. ഞാൻ ട്രീസയോട് ചോദിക്കാൻ പോവാണ്. ട്രീസ ജിൻറ്റോ പറഞ്ഞു. ഒന്ന് തുടക്കം മുതൽ പറഞ്ഞേ. ഐ ഓൾവേസ് ബോസ്റ്റഡ് ദാറ്റ് ഐ കുഡ് ക്ലൈംബ് ദ ടോളസ്റ്റ് ട്രീ. എനിക്ക് ഏറ്റവും പൊക്കമുള്ള ട്രീകളിൽ കയറാൻ പറ്റുമായിരുന്നു എന്ന് ഞാൻ പണ്ട് എപ്പോഴും പൊങ്ങച്ചം പറയുമായിരുന്നു. യെസ്റ്റർഡേ ഐ ഡാഷ് ടു ക്ലൈംബ് എ ബിഗ് ട്രീ. ജൊഹാനെ എന്താ അവിടെ കാണിക്കുന്നത്? ഒരു സെക്കൻഡേ. one second. യാ, ട്രീസ പറഞ്ഞു. യെസ്റ്റർഡേ തൊട്ട് തുടങ്ങിക്കോ. യെസ്റ്റർഡേ. ആ, അയ്യോ ട്രീസ, നെറ്റ്വർക്ക് പ്രോബ്ലം. പറഞ്ഞോ. യെസ്റ്റർഡേ. യെസ്റ്റർഡേ. ആ, I tried to climb a big tree. but But fell down. Correct ആണ്. fell down correct ആണ്. but fell down. Okay, but fell down and വേറെന്തായിരിക്കും അവിടെ പറയാം? യെസ്റ്റർഡേ ആണ്. അപ്പോൾ ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കണം. യെസ്റ്റർഡേ ആയതുകൊണ്ട് ഇവിടുന്ന് തന്നെ കണ്ടുപിടിക്കണം. ആൻഡ് ഏത് കിട്ടും? പേടിച്ചു പോയി. ആൻഡ് ഡാഷ്. ഓക്കെ, വെരി ഗുഡ്, നോ പ്രോബ്ലം. നമുക്ക് സമയം കുറവായതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞേക്കാം. ആൻഡ് ഗോട്ട് സ്കെയർഡ് ആണ് പറയേണ്ടത്. ഓക്കെ. ശ്രീ ഗൗരി അല്ല, 1 സെക്കൻഡ്. ധനുർ പറഞ്ഞു. ബാക്കി പറഞ്ഞു. നൗ തൊട്ട് ധനുർ പറഞ്ഞു. Yes, sir. യാ, നൗ തൊട്ട് പറഞ്ഞു. Now I did that. വെയിറ്റ്. നമുക്ക് നൗ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പാർട്ടാണ് കേട്ടോ. നടുഭാഗത്ത് നിന്നാണ് പറയേണ്ടത്. നൗ എന്ന് പറയുമ്പോൾ ഈ വാക്കുകൾ നമുക്ക് പറയേണ്ടത്. കംപ്ലീറ്റ്ലി ഈ വാക്കുകൾ, ഈ പച്ച വാക്കുകളൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ധനുർ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് പറഞ്ഞു. നൗ ഐ ആം ദാറ്റ്. നമുക്ക് ഐ ആം ദാറ്റ് എന്ന് പറയുമോ? നൗ ഐ ബോസ്റ്റിംഗ്, അതായത് പൊങ്ങച്ചം പറയുന്നത് നല്ലതല്ലെന്ന് ഇപ്പോൾ എനിക്ക് അറിയാം. അപ്പോൾ എവിടെ വരും? നൗ ഐ
ഇവിടെ നിന്നാണ് വാക്ക് എടുക്കേണ്ടത്. നൗ ഐ, ഈ ഏരിയ ഇപ്പോഴത്തെ കാര്യം. Now I know that. വെരി ഗുഡ്. നൗ ഐ നോ ദാറ്റ്. ഇപ്പോൾ എനിക്കറിയാം എന്താണ് ബോസ്റ്റിംഗ് ഈസ് നോട്ട് ഗുഡ്. ബോസ്റ്റിംഗ് പൊങ്ങച്ചം പറയുന്നത് നല്ലതല്ലെന്ന് എനിക്കറിയാം. ടുമോറോ, നെക്കി ടുമോറോ വന്നു. ടുമോറോ വന്നാൽ അർത്ഥം എന്താണ്? ഇവിടെ നിന്നാണ് എടുക്കേണ്ടത്. വരാൻ പോകുന്ന കാര്യങ്ങൾ പറയുമ്പോൾ I will. I will, exactly. Tomorrow I will play. Tomorrow I will play nicely with my friends. Nicely with my friends. I dash not boast again. അതും ഇവിടുന്ന് തന്നെ വേണം. ഞാൻ ഇനിയും ഞാൻ പൊങ്ങച്ചം പറയില്ല. I shall. ഐ ഷാൽ നോട്ട് പറയാം, ഐ വിൽ നോട്ട് പറയാം. ഒരു കുഴപ്പമില്ല. ഐ വിൽ നോട്ട് ശരിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് എല്ലാവരും വായിച്ചേ. മനസ്സിൽ വായിച്ചാൽ മതി. ഐ ഓൾവേസ് ബോസ്റ്റഡ്. അതായത് ഇവിടുന്ന് ബോസ്റ്റഡ് കേട്ടോ. ഐ ഓൾവേസ് ബോസ്റ്റഡ് ദാറ്റ് ഐ കുഡ് ക്ലൈംബ്. എനിക്ക് പറ്റുമായിരുന്നു എന്ന്. I could climb the tallest tree. Yesterday I dashed to climb. I tried to climb. എല്ലാവരും പറഞ്ഞ ഉത്തരങ്ങൾ വളരെ ശരിയായിരുന്നു. I tried to climb a big tree but fell down and got scared. Now I know that boasting is not good. Tomorrow I will play nicely with my friends. I will not boast again. എല്ലാവർക്കും മനസ്സിലായല്ലോ? പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് വിളിക്കുന്ന പലർക്കും തീരെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റ് ഏതാണെന്നോ ഫ്യൂച്ചർ ഏതാണെന്നോ പ്രസന്റ് ഏതാണെന്നോ ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേക്ക് ടീച്ചേഴ്സ് പറയും. ഓക്കെ, അവിടെ എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ പഠിക്കുന്നതും അവിടെ പഠിക്കുന്നതും തമ്മിൽ വളരെ ബന്ധപ്പെട്ടതാണ്. അവിടെ പഠിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, വെരി ഗുഡ്. നമുക്ക് അടുത്തേക്ക് പോകാം. നമുക്ക് അടുത്തേക്ക് പോകാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു. ഇതിൻ്റെ ആൻസേഴ്സ് എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതണം കേട്ടോ. എല്ലാവരും എഴുതിക്കേ. 1 ഏത് വേണം? രാജു വാസ് എ ലിറ്റിൽ ഡാഷ് ഹൂ ലവ്ഡ് ടു സേ ബിഗ് തിങ്സ് അബൌട്ട് ഹിംസെൽഫ്. രാജു ഒരു ചെറിയ അതായിരുന്നു. ഏതായിരുന്നു? എല്ലാവരും പെട്ടെന്ന് എഴുതിക്കൂ. ആൻഡ് ദോസ് ഹു ഹാവ് കംപ്ലീറ്റഡ് പ്ലീസ് റേസ് യുവർ ഹാൻഡ്സ്. ഈസിയാണേ. ചുമ്മാ അവിടെ നഖം കടിച്ചോണ്ടിരിക്കല്ലേ. വെറുതെ ഇരുന്ന് സമയം കളയരുത്. എങ്ങനെയെങ്കിലും 40 മിനിറ്റ് കഴിയണേ ഈശ്വര എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. പെട്ടെന്ന് ചെയ്യേ. കൈകൾ പൊങ്ങട്ടെ. ഇരുപത്തൊമ്പത് പേരിൽ 6 പേരാണ് കൈപൊക്കിയിരിക്കുന്നത്. ബാക്കി കുറേ പേര് ഇവിടെ ഉണ്ട്. പെട്ടെന്ന് ടൈം ഫാസ്റ്റ്. ടൈം ഈസ് ഓൾമോസ്റ്റ് ഓവർ കേട്ടോ. സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ടാണ്. അതർവൈസ് ഐ വുഡ് ഹാവ് വെയിറ്റഡ് ഫോർ മോർ ടൈം, ബട്ട് വി ഹാവ് ടു മൂവ് ഓൺ. അപ്പോൾ ഐ ആം ഗോയിങ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു സംബഡി ഹു ഹാസ് നോട്ട് ഗിവൺ എനി ആൻസേഴ്സ്. ആർക്കാ പറയാൻ പറ്റുന്നത്? ബെഞ്ചമിൻ, ഐ തിങ്ക് യു ആർ ഗോയിങ് ടു ഗിവ് ഓൾ ദി ആൻസേഴ്സ്. പറയാൻ റെഡി ആയിരിക്കും ബെഞ്ചമിൻ. സോ ബെഞ്ചമിൻ, പ്ലീസ് ടെൽ മീ വാട്ട് ആർ ദ ആൻസേഴ്സ്. രാജു വാസ് എ ലിറ്റിൽ ഡാഷ്. ബോയ്. വെരി സിമ്പിൾ ആണ്. ഇന്നത്തെ ആൻസേഴ്സ് എല്ലാം ഫുള്ള് മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബെഞ്ചമിൻ, മൈക്ക് മ്യൂട്ട് ചെയ്യേണ്ട. യു ക്യാൻ ആൻസർ ഓൾ ഓഫ് ദം. ഹി ഓൾവേസ് ടോൾഡ് ഹിസ് ഫ്രണ്ട്സ് ഐ ക്യാൻ റൺ ഫാസ്റ്റർ ദാൻ എ ഡാഷ്. Train. Okay, Benjamin, you're doing well. I think I shouldn't have asked you this question because it's a very easy one. The other children listened but did not dash him. Believe. വിശ്വസിച്ചില്ല. ബിലീവ്. വിശ്വസിക്കുക എന്നുള്ളതിൻ്റെ വാക്കാണ് ബിലീവ്. ഓക്കെ, ബിലീവിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ശ്രദ്ധിക്കണേ. BELIEV ആണ്. വെരി ഗുഡ്. So one day Raju came last in a dash conducted in the school. Race. സ്കൂളിൽ നടത്തിയ ഒരു മത്സരത്തിൽ രാജു പാവം ഏറ്റവും ലാസ്റ്റ് വന്നു. ആഫ്റ്റർ ദാറ്റ് രാജു ഫെൽറ്റ് ഡാഷ് ആൻഡ് സെഡ് ഐ വിൽ നോട്ട് ബോസ്റ്റ് അഗെയിൻ. അവൻ എന്താണ് തോന്നിയത്? ഫെൽറ്റ് എന്നുള്ള വാക്ക്. ഫെൽറ്റ് ഷൈ അല്ലേ? തീർച്ചയായിട്ടും ഷൈ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് സംശയിക്കേണ്ട ആവശ്യമില്ല. ഷൈ എന്ന് പറഞ്ഞാൽ നാണം കെടുക. ഷൈ, ഫീലിംഗ് ഷൈ.
ഓക്കെ, ആകെപ്പാടെ നാണം കെട്ട് തുലി ഉരിഞ്ഞു പോവാന്നൊക്കെ പറയത്തില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഗുഡ് വൺ. സോ ബെഞ്ചമിൻ, ഓൾ ദ ആൻസേഴ്സ് വർ കറക്റ്റ്. ഐ ബിലീവ് എവറിബഡി എൽസ് ഗോട്ട് ദ സെയിം ആൻസേഴ്സ്. എല്ലാവരുടെയും ആൻസേഴ്സ് ശരിയാണെന്ന് വിചാരിക്കുന്നു. അറ്റ്ലീസ്റ്റ് 4 5-ൽ 4 ശരിയായിട്ടുള്ളവരൊന്ന് പെട്ടെന്ന് കൈവയ്ക്കേ. 5-ൽ മിനിമം 4 കിട്ടിയ ആൾക്കാരെല്ലാം പെട്ടെന്ന് കൈവയ്ക്കോ. 5-ൽ 4 കിട്ടിയ ആൾക്കാർ പെട്ടെന്ന് കൈവയ്ക്കോ. 5-ൽ 4. ഓക്കെ, മോസ്റ്റ് ഓഫ് യു ഗോട്ട് ദ ഗുഡ് ആൻസർ. ഓൾമോസ്റ്റ് 19 ഔട്ട് ഓഫ് 30 ആൾക്കാർക്കും 20 അല്ലേ, 20 പേർക്കും ആൻസേഴ്സ് കറക്റ്റ് ആയിരുന്നു. മീൻസ് 5-ൽ 4 എന്നുള്ളത് നല്ല നമ്പറാണ്. 5-ൽ 4 കിട്ടാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? യു നോ വാട്ട്? ഡെയിലി ക്ലാസ് കൂടുക, നമ്മുടെ വീഡിയോസ് കാണുക, അല്ലെങ്കിൽ നമ്മുടെ 5 മണിക്കത്തെ ക്ലാസ്സിൽ കൂടുക. അതായത് നിങ്ങൾക്ക് ഈ ക്ലാസ് കൂടിയിട്ട് മനസ്സിലാകുന്നില്ല എന്ന് ഒത്തിരി അങ്ങ് തോന്നുവാണെങ്കിൽ ഒട്ടും നാണക്കേട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ഡോണ്ട് ഫീൽ ഷൈ, ജസ്റ്റ് ഗോ ആൻഡ് അറ്റൻഡ് ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്, അതായത് 5 മണിക്കത്തെ ക്ലാസ് കൂടുക. നമുക്ക് അടുത്തതിലേക്ക് പോകാം. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഇതാ കിടക്കുന്നു, വലിയൊരു ടാസ്ക് ഇവിടെ കിടപ്പുണ്ട്, ഇവിടെ വലിയത് കിടപ്പുണ്ട്. പിന്നെ ഇന്ന് തൊട്ട് ഞാനൊരു നിയമം കൊണ്ടുവരുവാണ്. സ്പീക്കിങ്, കുറച്ച് പേർക്ക് ഇപ്പോഴും സ്പീക്കിങ്ങിനെ കുറിച്ച് പേടിയാണ്. സ്പീക്കിങ് നിങ്ങൾ തുടക്കത്തിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. മേ ബി ആഫ്റ്റർ 1 മന്ത് നിങ്ങൾ സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്താൽ മതി. പക്ഷേ ചില കുട്ടികൾ സ്പീക്കിങ്ങിൽ വളരെ താല്പര്യമുള്ളവരുണ്ട്. ദേ ക്യാൻ കണ്ടിന്യൂ. ഓക്കെ, ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല. സ്പീക്കിങ്ങിൻ്റെ പേരിൽ ആരും ക്ലാസ് കൂടാതെ പോകണ്ട. കാരണം ഞാൻ ഇന്നലെ ചിന്തിച്ചു, ഇന്നലെ എനിക്ക് ലേശം ദേഷ്യം വന്നായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് ദേഷ്യം പോയി. കാരണം നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടത്, സ്പീക്കിങ്ങിനേക്കാളും വേണ്ടത് പരീക്ഷയ്ക്ക് നന്നായിട്ട് ആൻസേഴ്സ് എഴുതുക എന്നുള്ളതല്ലേ. അപ്പോൾ റിട്ടൺ ഇംഗ്ലീഷ് ഇപ്പം ഈ ക്ലാസ് കൂടുമ്പോൾ തന്നെ ഒരു 3 മന്ത്സ് കൊണ്ട് ഓക്കെ ആയിക്കോളും. പക്ഷേ സ്പോക്കൺ ഇംഗ്ലീഷ് അതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യണം. കേട്ടല്ലോ? സ്പോക്കൺ ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അത് കുറേ കാലം കഴിഞ്ഞിട്ട് പഠിക്കാമെന്ന് വിചാരിക്കരുത്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈ പ്രായത്തിൽ നിങ്ങൾ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ചാൽ ദാറ്റ് വിൽ ബി റിയലി ഗുഡ്. നമുക്ക് അടുത്ത ടാസ്കിലേക്ക് പോകാം. വി ഹാവ് ഓൺലി 7 മിനിറ്റ്സ് ഇനി ബാക്കിയുള്ളൂ. നമ്മൾ അടുത്ത ടാസ്കിലേക്ക് പോകുന്നു. ദിസ് ഈസ് അവർ വെരി ഇൻട്രസ്റ്റിംഗ് ടാസ്ക്. സം പീപ്പിൾ ലൈക്ക് ടു ഷോ ഓഫ്. ഇവിടെ എനിക്കറിയേണ്ടത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഹൂ, ഇതിനകത്ത് ആരെക്കുറിച്ചാണ് പറയുന്നത് മാത്രം പറഞ്ഞാൽ മതി. ആരാ പറയുന്നത്? സം പീപ്പിൾ ലൈക്ക് ടു ഷോ ഓഫ്. ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയാം. സം പീപ്പിൾ ലൈക്ക് ടു ഷോ ഓഫ്. ഷോ ഓഫ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താണെന്നറിയോ? അതും പൊങ്ങച്ചം പറയുക എന്നുള്ളതിൻ്റെ തന്നെ പൊങ്ങച്ചം കാണിക്കുക, ഷോ ഓഫ്. ഒരു മൊബൈൽ മേടിച്ചു, ഒരു അങ്കിള് എവിടുന്ന് UK വന്നപ്പോൾ, അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ ഒരു ഐഫോൺ കൊണ്ടു തന്നു. ഐഫോൺ കാണിച്ചുകൊണ്ട് ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നാട്ടുകാരെ എല്ലാം കാണിച്ചുകൊണ്ട് നടക്കുന്ന നമ്മുടെ പണ്ടത്തെ ഒരു സ്റ്റൈലില്ലായിരുന്നോ? അല്ലെങ്കിൽ എന്താ, ഒരു പുതിയ ഡ്രസ്സ് കിട്ടി, അത് കാണിക്കുക. ഇപ്പോഴത്തെ കാലത്ത് നമ്മളങ്ങനെ കാണിക്കാറില്ല. അല്ലെങ്കിൽ ഒരു പുതിയ കാറ് വാങ്ങി, ഒരിക്കലും പോകാത്ത വീടുകളിലെല്ലാം പോയി സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചാൽ എല്ലാ വീട്ടിലും പോയി. ഇതിനാണ് ഷോയിങ് ഓഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം വളരെ മോശമായിട്ടുള്ള പരിപാടിയാണ്. അതിന് ഷോ ഓഫ് ചെയ്യേണ്ട. ഇംഗ്ലീഷ് നന്നായിട്ട് പഠിച്ചു കഴിയുമ്പോഴും വെറുതെ ആരോട് ഇംഗ്ലീഷ് പറയേണ്ട. പ്രത്യേകിച്ചും അമ്മമാരോടും അച്ഛന്മാരോടും പോയിട്ട് ഹലോ മമ്മ ഹൗ ആർ യു എന്നൊക്കെ പറഞ്ഞുമ്പോൾ സ്റ്റൈലാക്കണ്ട കേട്ടോ. ഒരു ഷോ ഓഫും വേണ്ട. ഓക്കെ, സം പീപ്പിൾ ലൈക്ക് ടു ഷോ ഓഫ്. ഞാൻ ചോദിക്കാൻ പോകുന്നു. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗോസ് ടു ഹസീബ്. പറഞ്ഞു ഹസീബെ, ഹൂ, ടെൽ മീ ഹൂ. സം പീപ്പിൾ ലൈക്ക് ടു ഷോ ഓഫ്. ആരാണ് ഷോ ഓഫ് ചെയ്യുന്നതായിട്ട് ഇവിടെ പറയുന്നത്? പറഞ്ഞോ, പെട്ടെന്ന് പറഞ്ഞോ ഹസീബ് പ്ലീസ്. Some people. യാ, വളരെ ഈസി ആയിരുന്നു. സം പീപ്പിൾ എന്നുള്ള ആൻസർ കംപ്ലീറ്റ്ലി കറക്റ്റ് ആണ്. സം പീപ്പിൾ എന്ന് മാത്രം പറഞ്ഞാൽ മതി. യുവർ ആൻസർ ഈസ് കറക്റ്റ് ഹസീബ്. താങ്ക് യു ഫോർ ദ ആൻസർ ഹസീബ്. സെക്കൻഡ് വൺ, മൈ ഫ്രണ്ട് സാം വാസ് ഓൾവേസ് ബ്രാഗിങ്. ബ്രാഗിങ് എന്താണ്? അടുത്ത വാക്ക് ഇതും പഠിച്ചു. ഇത് സെയിം മീനിങ് തന്നെയാണ്. ബ്രാഗിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊങ്ങച്ചം പറയുന്നതിനാണ് ബ്രാഗിങ്. അപ്പം ബ്രാഗിങ് എന്നുള്ളൊരു വാക്ക് കൂടി നമ്മൾ പഠിച്ചു കേട്ടോ. ഡോണ്ട് ഫോർഗെറ്റ്. സോ ഐ എം ഗോയിങ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു സപ്ത. സപ്ത പറഞ്ഞു മൈ ഫ്രണ്ട് സാം വാസ് ഓൾവേസ് ബ്രാഗിങ്. സപ്ത ഇതിനെ നെഗറ്റീവിലേക്ക് മാറ്റണമല്ലോ. എൻ്റെ ഫ്രണ്ട് സാം ഓൾവേസ്. പറഞ്ഞോ. My friend Sam was not always bragging. സിമ്പിൾ ആൻഡ് സിമ്പിൾ. വെരി ഗുഡ്. മൈ ഫ്രണ്ട് സാം വാസ് നോട്ട് ഓൾവേസ് ബ്രാഗിങ്. കണ്ടല്ലോ, അവിടെ നമ്മളൊരു നോട്ട് ഉപയോഗിച്ചുകൊണ്ട് അതിനെ നെഗറ്റീവ് ആക്കി. സമയമൊട്ടുമില്ല. വി ആർ മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ. ഹി ആൻഡ് ഹിസ് ബ്രദർ വൺസ് മെറ്റ് എൻ ഓൾഡ് മാൻ. ഇതിനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? ഇതിനെ ഞാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ പ്ലൂറൽ ഫോമിലേക്ക് മാറ്റണം. ഹി ആൻഡ് ഹിസ് ബ്രദർ. ശ്രദ്ധിക്കുക, ബ്രദറിനെ ഇതിലേക്ക് മാറ്റണം. ഇവിടെ ഇതിനെ മാറ്റണം. പറയാൻ പറ്റുന്നവർ കൈപൊക്കിക്കോ. ബ്രദറിനെ പ്ലൂറലാക്കണം, ബഹുവചനമാക്കണം. ആൻഡ് ഓൾഡ് മാൻ എന്നുള്ളതിനെയും ബഹുവചനമാക്കണം. ഉത്തരം പറയാത്തവർ വിഷമിക്കേണ്ട. ഉത്തരം പറയാത്തവർ മിണ്ടാതെ തന്നെ ഇരുന്നു, കുഴപ്പമില്ല. പക്ഷെ നിങ്ങളുടെ ഉത്തരങ്ങൾ ശരിയാണോ നിങ്ങൾ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ.
So I'm going to ask this question to nobody but ആരാണ് പിന്നെ? Okay, let me ask Feba. പറഞ്ഞോ. Feba, you can answer this one. ഇവിടെ ബ്രദറിനെയും ആൻ ഓൾഡ് മാനെയും പ്ലൂറൽ ആക്കണം. He and his brother once met an old man. He and his sister. അല്ലല്ല, അതിനെ പ്ലൂറൽ ആക്കണം, അതിന് ബഹുവചനം. ബ്രദർ എന്നുള്ള സഹോദരൻ, ബ്രദർ എന്നുള്ളതിനെ ഒന്നിൽ കൂടുതൽ ബ്രദർ ആക്കണം. He and his brothers. കറക്റ്റ് അല്ലേ? വെരി ഗുഡ്. ബ്രദേഴ്സ്. He and his brothers. ബ്രദേഴ്സ്. ഇനി അടുത്ത വാക്കുകൂടി ശരിയാക്കണം. ബ്രദേഴ്സ്. സോറി, സ്പെല്ലിംഗ് മാറിപ്പോയി. BROTHERS. ഓക്കെ, ബ്രദേഴ്സ് once met an old man. കൂടെ ഒന്ന് മാറ്റാൻ പറ്റുമോ? I will ask somebody else. Okay. Let's listen to Paurnami. Paurnami പറഞ്ഞോ. അടുത്ത വാക്കൊന്ന് പറഞ്ഞു നോക്കിയേ. Brothers. He and his brothers and old men. An old man എന്നുള്ളതിനെ ബഹുവചനം ആക്കിയേ. Brothers once met an old man ഒന്ന് ബഹുവചനം ആക്കി നോക്കിയേ. Once met an old man. എന്തോ men, man എന്നുള്ളത് men ആക്കും. ബാക്കി കൂടെ ശരിയാക്കിയേ. He and his brothers once met some old men. മതി, that's all. അത് മതി, ധാരാളം മതി കേട്ടോ. He and his brothers once met an old man. കണ്ടോ? He and his brothers once met an old man മാറിയിട്ട് some old men ആക്കിയാൽ മതി. So the sentence would be absolutely correct ആയിരിക്കും. Very good. We are moving to the next one. നമ്മുടെ സമയം going very fast. പെട്ടെന്ന് തീർന്നുകൊണ്ടിരിക്കുകയാണ്. All right. They said that their father owned 3 jet planes. ഇത് നമുക്കിന്ന് ചെയ്യേണ്ട, നമുക്കത് വേറെ ദിവസം ചെയ്യാം. One day they came to school in a very expensive car. ഇതിനെ ചേഞ്ച് എ വേർഡ് വെച്ച് നമുക്ക് ഓരോരോ വാക്കായിട്ട് മാറ്റാൻ പോവാണ്. പെട്ടെന്ന് പറഞ്ഞു. We have 2 minutes and 30 seconds ഇനി ബാക്കിയുള്ളൂ. So the class will be closed by that time. So ആരൊക്കെയാ പറയാന്ന് റെഡി ആയിക്കോ. They said that their father owned 3 jet planes. Sorry. One day they came to school in a very expensive car. Okay. 1 by 1 ആയിട്ട് പറഞ്ഞു. പാർവതി ഓക്കെ പറഞ്ഞു. One day they came. 1 month. 1 month. Okay. 1. ഡേ മാറ്റി മന്ത് ആക്കി. ഓക്കെ, ഫൈൻ. ഇനി ഡേ ആരും തൊട്ടേക്കല്ലേ. ഇനി അടുത്തയാൾ പറഞ്ഞു. വൈക പറഞ്ഞു. Next ഡേ. വെരി കറക്റ്റ് ആണ്, വളരെ ശരിയാണ്. 1 മാറ്റിയിട്ട് നെക്സ്റ്റ് ആക്കി. ഓക്കെ, ഇനി അടുത്തത് പാർവതി പ്രേം പറഞ്ഞു. ഏത് വാക്കുകളും മാറ്റാം. They went to school in a very. Exactly. Beautiful, Parvati. Really, I really appreciate all of you. It's a really good one. Okay. Beyond പറഞ്ഞു. One day they came to school in a very expensive bus. എനിക്ക് തോന്നി ബസ്സേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. വെരി ഗുഡ്. ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ടു പൗർണമി. പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. One day they came to shop in a very expensive car. ഓക്കെ, വെരി ഗുഡ്. അടുത്തയാൾ പറഞ്ഞു. ശ്രീഗൗരി പറഞ്ഞു. ശ്രീഗൗരി പെട്ടെന്ന് പറഞ്ഞു. One day we came to school in a very expensive കാർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുവാണ്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. 7:30 ക്ലാസ് കൂടാൻ റെഡി ആയിട്ടുള്ളവർ ക്ലാസ്സിൽ കൂടാം. പക്ഷെ രണ്ട് ക്ലാസ്സും കൂടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. സോ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം. പക്ഷെ നമ്മുടെ വേണ്ട, നമുക്ക് സമയം തീരുവാണ്. നമുക്ക് മിക്കവാറും മേ ബി ഫ്രം ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ നമുക്ക് ക്ലാസ് വീണ്ടും 50 minutes ക്ലാസ്സിലേക്ക് നമ്മൾ മാറും. സോ ഗുഡ് നൈറ്റ്. സീ ടുമോറോ. ബൈ ബൈ. ഹാവ് എ നൈസ് ടൈം. ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഗുഡ് നൈറ്റ്. ഓക്കെ, ബൈ.